എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് മാർച്ച് 16 ബുധനാഴ്ച. മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഒരു ടെലഗ്രാം ID, അതായത് നമ്മുടെ ഇതിനു മുമ്പുള്ള ടെലഗ്രാം ID ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. നിർഭാഗ്യവശാൽ അത് പലർക്കും അറിയാത്തൊരു സാഹചര്യമാണ്. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് യൂട്യൂബ് കൂടുതൽ ആളുകളും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് കമ്മ്യൂണിക്കേഷന് ഏറ്റവും ഉപകാരപ്രദമായ ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. അതിലൊന്നാണ് യൂട്യൂബ്. യൂട്യൂബിൽ നിങ്ങൾ ഒന്നുമില്ലെങ്കിലും നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷനിലൂടെ നമ്മുടെ ചാനൽ ആക്ട് ചെയ്യപ്പെട്ടതും തുടർന്ന് വീണ്ടും നമ്മുടെ പുതിയ ചാനലുകളിൽ ജോയിൻ ചെയ്യാനും പറ്റുമായിരുന്നു. പക്ഷേ ഏതായിരുന്നാലും അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. തുടർന്നും വീഡിയോ ആരെങ്കിലുമൊക്കെ എന്നെങ്കിലുമൊക്കെ കാണുമ്പോൾ നിത്യവും ഓരോരുത്തരും ഒന്ന് കണ്ട് അറിയുന്നുണ്ട്, തിരിച്ച് നമ്മുടെ ഗ്രൂപ്പുകളിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നുള്ളൂ. ഇപ്പം നമ്മൾ നിത്യവും നമ്മുടെ ടെലഗ്രാം ചാനൽ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിലും പലർക്കും പേര് ഓർമ്മയിൽ നിൽക്കണമെന്നില്ല. ഇപ്പോൾ ആഫ്റ്റർ ഓപ്ഷൻ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് ആ പേര് ഓർമ്മയിൽ വരണമെന്നില്ല. അതുകൊണ്ടാണ് യൂട്യൂബ് ചാനലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് വരുമായിരുന്നു, നോട്ടിഫിക്കേഷൻ വരുമായിരുന്നു. ഓക്കെ, ഗോൾഡ് ഇന്ന് അല്പം പെട്ടെന്ന് കുറഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ വൈകുന്നേരം ഉച്ചയ്ക്ക് ഒരു 2 മണിയോട് കൂടിയിട്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് അതിശക്തമായ ഒരു റാലിയാണ് നടത്തിയത്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, നോക്കൂ, ഇവിടെ നിന്നും പെട്ടെന്നൊരു ഡൗൺ വരവായിരുന്നു. ഗോൾഡ് കുറഞ്ഞു, അതേസമയം ക്രൂഡ് കൂടി. ക്രൂഡ് ഓയിൽ പെട്ടെന്ന് അപ്സൈഡിലേക്ക് വന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റും അപ്സൈഡിലേക്ക് വന്നു. നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു കോൾ എടുത്ത് നിൽക്കുന്ന സമയമായിരുന്നു. ഏതായിരുന്നാലും എക്സിറ്റ് അടിക്കേണ്ട എന്നുള്ളൊരു ഇൻഫർമേഷൻ കൊടുക്കുകയും അത് പിന്നീട് ഒരു ഹ്യൂജ് പ്രോഫിറ്റിലേക്ക് എത്തുകയും ചെയ്തു. ഓക്കെ, തിരിച്ച് നമ്മൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ താരിഫ് യുദ്ധം ആഗോള മാർക്കറ്റുകളെ എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിൽ തുടരുന്ന ആശങ്ക ഇന്ന് സത്യത്തിൽ ഏഷ്യൻ മാർക്കറ്റുകൾ മാത്രമല്ല യുറോപ്യൻ മാർക്കറ്റുകളെയും 2% നഷ്ടത്തിലാക്കിയിരുന്നു. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഈ താരിഫ് യുദ്ധം അപകടമാണെങ്കിലും നമ്മുടെ ഇന്ത്യൻ ആഭ്യന്തര മാർക്കറ്റിനെ സാരമായി ബാധിക്കില്ല എന്ന സൂചനയാണ് നമ്മുടെ മാർക്കറ്റിന് ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നും തുണയായത്. കണ്ടിന്യൂ 3 ദിവസമായിട്ട് നമ്മുടെ മാർക്കറ്റ് ഒരു അപ്സൈഡ് മൂവ്മെൻറ്റിലാണ്. മാത്രമല്ല, ചൈനയുടെ മേലുള്ള നിയന്ത്രണങ്ങൾ നമ്മുടെ ഇന്ത്യയിലേക്ക് കൂടുതൽ വിദേശ ഫണ്ടുകൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അമേരിക്കയുമായി തുടരുന്ന ചർച്ചകളിലൂടെ നമ്മുടെ രാജ്യത്തിന് മേലുള്ള തീരുവ ഭാരം കുറയ്ക്കുമെന്നും മാർക്കറ്റിന് പ്രതീക്ഷയുണ്ട്. അതോടൊപ്പം റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഡാറ്റ 5 വർഷത്തിനിടെ ഏറ്റവും കുറഞ്ഞ നിലയിലേക്ക് താഴ്ന്നത്, മികച്ച വളർച്ചാ നിരക്ക് പ്രതീക്ഷിക്കാം എന്ന റിപ്പോർട്ടുകൾ, അതുപോലെ തന്നെ മഴക്കാല ട്രേഡിംഗ് പ്രവചനങ്ങൾ എന്നിവയും നമ്മുടെ മാർക്കറ്റിന് ഒരു ബുള്ളിഷ്നെസ്സിന് കാരണമായിട്ടുണ്ട്. ഈ മാസം 2-നാണ് ട്രംപ് 180ഓളം രാജ്യങ്ങൾക്ക് തീരുവ പ്രഖ്യാപിച്ചത്. അതിനുശേഷമുണ്ടായ നഷ്ടം പെട്ടെന്ന് തന്നെ തിരിച്ചു പിടിക്കുന്ന ഒരു നേട്ടം ആദ്യമായി സ്വന്തമാക്കിയത് നമ്മുടെ രാജ്യമാണ്, നമ്മുടെ രാജ്യത്തെ മാർക്കറ്റാണ്. അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരാനിരിക്കുന്ന IT ഫിനാൻഷ്യൽ കമ്പനികളുടെ Q4 റിസൾട്ടിൽ എന്താകുമെന്ന കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ഒരു ആശങ്കയുള്ളത്. അതുകൂടെ പോസിറ്റീവ് ന്യൂസ് ആണെങ്കിൽ ഇനിയും 24,250 എന്നുള്ള ലെവലിലേക്ക് എത്തിയതിന് ശേഷമായിരിക്കും പിന്നീട് അവിടെ നിന്ന് എങ്ങോട്ട് പോകണമെന്ന് മാർക്കറ്റിലേക്ക് നമുക്ക് ചിന്തിക്കേണ്ടതുള്ളൂ. ഒരു ചെറിയ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം താഴത്തേക്ക് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിനുശേഷം ഒരുപാട്, അതായത് ഏകദേശം ഒരു 1 മണി വരെ 1.5 മണി വരെ ഒരു കൺസോൾട്ടേഷനിലായിരുന്നു നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും. എന്നിരുന്നാലും ചെറിയ ഒരു മൂവ്മെൻറ്റ് മിഡ് ക്യാപ്പിലും ബാങ്ക് നിഫ്റ്റിയിലുമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. 108 പോയിൻ്റ് പോസിറ്റീവിൽ 23,437 നമ്മുടെ നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ബാങ്ക് നിഫ്റ്റി ഭേദപ്പെട്ട പ്രകടനം തന്നെ ഇന്ന് കാഴ്ചവെച്ചു. തുടർന്ന്, അതായത് ഓപ്പൺ ചെയ്തതിന് ശേഷവും ബാങ്ക് നിഫ്റ്റി ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് തന്നെയാണ് കാണിച്ചിരുന്നത്, ഒരു ബുള്ളിഷ് ടെൻഡൻസി തന്നെയാണ് കാണിച്ചിരുന്നത്. അതുപ്രകാരം 738 പോയിൻ്റ് പോസിറ്റീവിൽ 53,117 ബാങ്ക് നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തത്. സെൻസെക്സിലേക്ക് വരുമ്പോഴും നിഫ്റ്റിയിലുണ്ടായിരുന്ന അതേ സമാനമായ രീതി തന്നെയാണ്.
എന്താണെന്ന് ചെറിയൊരു മാറ്റം എന്ന് വെച്ചാൽ സെൻസെക്സിനെ സംബന്ധിച്ചിടത്തോളം 30 സ്റ്റോക്കുകളുടെ രജിസ്ട്രേഷനാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ഒരു മൂവ്മെൻറ്റ് വാളറ്റിലിറ്റി കൂടുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നിഫ്റ്റിയുടെ അതേ ഒരു ചാർട്ട് തന്നെയായിരിക്കും ഫോം ആവുക. ഏതായിരുന്നാലും 309 പോയിൻ്റ് പോസിറ്റീവിൽ 77,044 സെൻസെക്സ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 1 ഡേ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ ഒരു ബുള്ളിഷ് ഹാമറാണ് നമുക്ക് സെൻസെക്സിൽ കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ നിഫ്റ്റിയിലും ഒരു ബുള്ളിഷ്നെസ്സാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബാങ്ക് നിഫ്റ്റിയിലും പ്രത്യേകിച്ചും അപ്സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 1 ഡേ ടൈം ഫ്രെയിമിൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഇങ്ങനൊരു പാറ്റേൺ ഫോം ആകുന്നുണ്ട്. ഒരു W പാറ്റേൺ ഫോം ആയി കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ പറഞ്ഞ ആ ലെവലുകളിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 23,850 എന്നുള്ള ഒരു മേജർ റെസിസ്റ്റൻസ് ലെവൽ മറികടന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ 24,250, 24,200 ആ റേഞ്ചിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വൈകുന്നേരം 6 മണിക്ക് വന്ന റിപ്പോർട്ട് പ്രകാരം US റീറ്റെയിൽ സെയിൽസ് ഡാറ്റ ഇൻക്രീസ്ഡ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇന്ത്യ വിക്സ് ഇന്ന് 1.61% ഡൗണിലേക്ക് പോയി. നിഫ്റ്റി ആട്ടോ 0.43% നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലാ സെക്ടറുകളും തന്നെ ഇന്ന് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്. ഇന്നും ഇൻഡസിൻഡ് ബാങ്ക് നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. സ്റ്റോക്ക് വളരെയധികം അഭ്യൂഹങ്ങൾക്കിടയിൽ തകർന്നു പോയ സ്റ്റോക്ക് അല്പാൽപമായി ഇപ്പോൾ റിക്കവർ ചെയ്തു വരികയാണ്. 7.11% ഇന്ന് നേട്ടമുണ്ടാക്കിയത്. അതോടൊപ്പം ആക്സിസ് ബാങ്ക്, ONGC, ട്രെൻഡ് എന്നിവ 3 മുതൽ 4.5% വരെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റിയിൽ രജിസ്റ്റർ ചെയ്ത 50 സ്റ്റോക്കുകളിൽ 17 സ്റ്റോക്കുകൾ റെഡിലും ബാക്കി 33 ഗ്രീനിലുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിൽ മാരുതി സുസുക്കിയാണ് 1.61% നെഗറ്റീവിൽ ക്ലോസ് ആയത്. മറ്റു ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, ടാറ്റ മോട്ടോഴ്സ്, ലാർസൻ ടർബോ തുടങ്ങി 13 സ്റ്റോക്കുകൾ 1 മുതൽ 0.40 മുതൽ 1.50 വരെ നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. നമ്മുടെ ഇന്നലെ പറഞ്ഞ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിലാണ് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നോക്കൂ, 1:45 ഞാൻ പറഞ്ഞത് ഒരു 1.5 മണി വരെ വളരെയധികം കൺസോൾട്ടേഷനിലും ഒരു സൈഡ് വേയിലുമായിരുന്നു നിഫ്റ്റി. വളരെയധികം വെറുപ്പ് പിടിപ്പിച്ചുകൊണ്ട് അവസാനം 1:45 കഴിഞ്ഞതിന് ശേഷം 2 മണിക്ക് ശേഷം ഈ 2 മണിയുടെ ക്യാൻഡിലാണ് ഇവിടെ ഫോം ആയിരിക്കുന്നത്. ഈ 2 മണി ക്യാൻഡിൽ തന്നെ നമുക്ക് എൻട്രി ലഭിച്ചു. അത് പിന്നീട് 72 പോയിൻറ്റിൻ്റെ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് നിഫ്റ്റിയിൽ. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ റെസിസ്റ്റൻസ് ലെവലിന് മുകളിലാണ് ഇന്ന് ഓപ്പൺ ചെയ്തത്. പിന്നീട് ആ റെസിസ്റ്റൻസ് ലെവൽ ടച്ച് ചെയ്തുകൊണ്ട് റെസ്പെക്റ്റ് ചെയ്ത് തിരിച്ച് മുകളിലേക്ക് പോവുകയായിരുന്നു. ഇതിലത്തെ ഇന്നത്തെ പെർഫോമൻസ് നമ്മുടെ ക്ലയൻസിന് എന്താണ് സംഭവിച്ചിരിക്കുക എന്ന് പറയുക ഫസ്റ്റ് ടൈം ആയതുകൊണ്ട്, ഓപ്പണിംഗ് ടൈം ആയതുകൊണ്ട് കാര്യമായി അതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ സെൻസെക്സിലും അത്യാവശ്യം കാര്യമായ പുരോഗതി ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് എൻട്രി എടുക്കാനുള്ളൊരു അവസരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നിഫ്റ്റിയിൽ മാത്രമേ ഇന്ന് നമ്മൾ പറഞ്ഞ ലെവലിൽ ബ്രേക്കൗട്ട് നടത്തിയിട്ടുള്ളൂ. നമുക്ക് സെൻസെക്സ് നാളത്തെ ലെവൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് 71,110 സപ്പോർട്ട് നമുക്ക് ഈ ഒരു റേഞ്ച് വാച്ച് ചെയ്യാവുന്നതാണ്. 76,790. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 53,170 സപ്പോർട്ട് ഈ ഒരു റേഞ്ച് വാച്ച് ചെയ്യാവുന്നതാണ്. 52,725 ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാം. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ റെസിസ്റ്റൻസ് ലെവൽ 23,450 സപ്പോർട്ട് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന്, ഈ ഒരു സോണിൽ നിന്ന് നമുക്ക് നോക്കാവുന്നതാണ്. 23,340. അപ്പോൾ ഈ 3 ഇൻഡെക്സുകൾ നിങ്ങൾക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാം. നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്യുക. നാളെ ഇത് ബ്രേക്കൗട്ട് നടത്തുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കി പഠിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിലിറ്റി ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.